പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. മാനുഷിക ബുദ്ധികൾ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത അനേകം വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ഈ 36-ാം വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഒന്നാമതായി നാം വായിച്ചു കേട്ട വാക്യം, അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നീണ്ട 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അനേകം വൈദ്യന്മാരാൽ ചികിത്സകൾ നടത്തിയിട്ടും ഒരു പ്രയോജനവുമില്ലാതെ, രോഗം മൂർച്ഛിക്കുന്നതല്ലാതെ അതിനൊരു ശമനം കാണാതെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വാർത്ത കേട്ട് ആ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ കടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുകയാണ്. അപ്പോൾ തന്നെ ആ ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യം ലഭിച്ചു. അങ്ങനെ സൗഖ്യം ലഭിച്ചത് ആ പുരുഷാരത്തിൻ്റെ ഇടയിലായിരുന്നുകൊണ്ട്. പക്ഷേ യേശു അവിടെ അറിഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് യേശു അവിടെ അറിഞ്ഞു. യേശു അവിടെ നിൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ നിന്ന് തന്നെ തൊട്ടത് ആരെന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ ഈ സ്ത്രീയെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. കണ്ടുമുട്ടി അപ്പോൾ അവളോട് സംസാരിച്ച ആ കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നാം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ യേശു ആദ്യമേ പറയുന്നത് മകളെ നീ സൗഖ്യം പ്രാപിക്കുക എന്നല്ല പറയുന്നത്. അവിടെ യേശു പറയുന്നത്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതായത് കർത്താവിന് എൻ്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയും, യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്നുള്ള അവളുടെ വിശ്വാസത്തെയാണ് കർത്താവ് അവിടെ കാണുവാനിടയായി തീർന്നത്. അപ്രകാരം അവൾ വിശ്വസിച്ചപ്പോൾ അത് അവളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുവാൻ ഇടയായി തീർന്നു. ഇനിയും 36-ാം വാക്യത്തിൽ നാം വായിച്ചത്, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ആ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലം, പള്ളിപ്രമാണിയായ യായിറോസ് എന്ന വ്യക്തി തൻ്റെ കൊച്ചുമകൾ അത്യാസന്ന നിലയിൽ രോഗിയായിരിക്കുന്നു എന്ന് യേശുവിനോട് അപേക്ഷിക്കുകയാണ്. യേശുവെ, അങ്ങൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ അവൾക്ക് സൗഖ്യം വരുമെന്നുള്ള വിശ്വാസത്തോടെ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിക്കുന്നു. യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ആ ഭവനത്തിലേക്ക് കടന്നു വരുന്ന വഴിയിലാണ് ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവിടെ ഒരു ഡിലേ സംഭവിക്കുന്നു, അവിടെ ഒരു താമസം ഉണ്ടാകുന്നു. ആ ഒരു സമയത്ത് യായിറോസിന് വിവരം ലഭിക്കുകയാണ്, തൻ്റെ കൊച്ചുമകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും പ്രയാസപ്പെടുത്തേണ്ടായിരുന്നു. പക്ഷേ യേശു ആ വാക്ക് കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ അപ്പോൾ യായിറോസിന് പറയുകയാണ്, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്രകാരം ആദ്യമേ വിശ്വാസത്തോടെയാണ് പള്ളിപ്രമാണി ചെന്ന് യേശുവിനെ കണ്ടുമുട്ടുന്നത്. അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൾക്ക് സൗഖ്യം വരുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ മകൾ മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ യായിറോസിൻ്റെ മനസ്സിന് വളരെ ഭയമുണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ഭയമുണ്ടായൊരു സിറ്റുവേഷനിലാണ് യേശു പറയുന്നത്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ യായിറോസ് വിശ്വസിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമുണ്ടായി. യേശു അവൻ്റെ ഭവനത്തിൽ ചെന്ന് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളെ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഈ ഒരു 2 സംഭവങ്ങളിലും നാം കാണുന്നത്, അവർക്ക് 2 പേർക്കും, യായിറോസിനും പിന്നെ രക്തസ്രാവക്കാരിയായ സ്ത്രീയും, ഇരുവരുടെയും വിശ്വാസത്തിന് ദൈവം വളരെ പ്രാധാന്യം കൽപ്പിച്ചു. ആ പ്രാധാന്യം കൽപ്പിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വലിയ അത്ഭുതമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇന്ന് എന്നെ കേൾക്കുന്ന പലരും പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. മാനുഷിക ബുദ്ധികൾ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത അനേകം വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നാം വിശ്വസിക്കുക, എൻ്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ
എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ യേശുവിന് എൻ്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക, അപ്രകാരം പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം ഒരു അത്ഭുതമായി പരിണമിച്ചിരിക്കും. അപ്രകാരം ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കും.